ശ്ലോകം 8. സുഖരസപരിമിശ്രിതോ വിയോഗ. ആ ഭഗവാനുമായിട്ടുള്ളതായ വിയോഗം ഇപ്പോൾ ഒരു ആനന്ദത്തെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. സുഖരസം, ആനന്ദത്തിനോട് കൂടിയത്, അതുമായിട്ട് മിശ്രിതം ചേർന്നതാണ്. സുഖരസ പരിമിശ്രിതോ വിയോഗ. ആ വിയോഗത്തിനെക്കുറിച്ച് അവർ ചിന്തിച്ചു. കൃഷ്ണൻ പറയുന്നത് ശരിയല്ലേ? നമ്മുടെ അജ്ഞാനം മൂലമല്ലേ നമുക്ക് ദുഃഖം വന്നത്? കൃഷ്ണൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കണു എന്നുള്ളതായ ആ അറിവ്, ആ ആനന്ദരസം, അത് നേരത്തെ ഉദ്ധവർ പോയതായ സമയത്ത് അവർക്ക് കിട്ടിയതാണ്. കിമപി പുരാഭവത് ഉദ്ധവോപദേശൈ. ഉദ്ധവൻ കൊടുത്തതായ ആ ഉപദേശത്തിൽ നിന്ന് കുറച്ച് അവർക്ക് മനസ്സിലായി. അന്ന് എന്താ ഉപദേശം കൊടുത്ത്? ഞാൻ നിങ്ങളുടെ അടുത്തായാലും ദൂരത്തായാലും രണ്ടും ഒരേപോലെ നിങ്ങൾ കണക്കാക്കണം. എന്താ അത്? അടുത്തും ദൂരത്തും ഒരേപോലെ എങ്ങനെ കണക്കാക്കുക? അന്ന് വ്യക്തമാക്കിയിരുന്നില്ല, ഇപ്പോൾ വ്യക്തമായി. എന്തുകൊണ്ട്? ഭഗവാൻ എപ്പോഴും നമ്മുടെ അടുത്താണ്. ദൂരത്ത് എന്നുള്ളത് നമ്മുടെ അജ്ഞാനം. ശരീരമാണ് ദൂരത്ത്, ആത്മാവ് ഒന്നേ ഉള്ളൂ. ഒരേ ഒരാത്മാവ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഭഗവാനുമായുള്ള വേർപാട് പണ്ട് ഉദ്ധവൻ്റെ ഉപദേശം കൊണ്ട് കുറച്ച് സുഖമായിട്ട് തോന്നി. അപ്പം പറയുന്നത് ശരിയാണല്ലോ, അടുത്തായാലും ദൂരത്തായാലും എന്തോ പോട്ടെ, ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ എടുക്കാം എന്ന് പറഞ്ഞ് കുറച്ചൊക്കെ അങ്ങനെ ഇരിക്കണു. ഇപ്പോൾ അത് വ്യക്തമായി. കിമപി പുരാഭവതുദ്ധവോപദേശൈ. ഇപ്പോൾ സമഭവത് അമുതപരം. അമുതപരം കൃഷ്ണൻ്റെ ഈ ഉപദേശത്തിന് ശേഷം ഉദ്ധവർ പറഞ്ഞു, ഞാൻ ദൂരത്തായാലും അടുത്തായാലും നിങ്ങൾ രണ്ടും ഒരേപോലെ കണക്കാക്കണം. ഇപ്പം അത് മനസ്സിലായി. ആ ചിന്ത പരമസുഖൈക്യമയീ ഭവദ്വിചിന്ത. അതിനെക്കുറിച്ചുള്ള ചിന്ത ഒന്നു മാത്രം അവർക്ക് പരമാനന്ദത്തിനെ പ്രദാനം ചെയ്തു. അവർക്ക് ബ്രഹ്മാനന്ദം ലഭിച്ചു. ഇതെപ്പോഴും ഓർമ്മ വേണം. ആത്മാവാണ് ഭഗവാൻ. ആത്മാവ് എൻ്റെ കൂടെ തന്നെ ഇരിക്കണു, എന്നിൽ നിന്ന് വേർപെട്ടതല്ല എന്നുള്ളതായ ആ ചിന്ത ഇപ്പോൾ ആത്മസാക്ഷാത്കാരമായി എന്നർത്ഥം. ഇതാണ് ആത്മസാക്ഷാത്കാരം. ഭഗവാൻ എന്നിൽ നിന്ന് വേറിട്ടതല്ല, ഭഗവാൻ എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതായ ആ ചിന്ത അവർക്ക് ഓരോരുത്തർക്കും ഉദിച്ചു. ആ ബ്രഹ്മാനന്ദം അവർ അനുഭവിച്ചു. അങ്ങനെ ഗോപികൾക്ക് പരമാനന്ദത്തിനെ പ്രദാനം ചെയ്തു. ഗോപന്മാരെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ആ യമുനയിലുള്ളതായ ഹ്രദത്തിൽ കൊണ്ടുപോയിട്ട് അവരെ വൈകുണ്ഠമെല്ലാം കാണിച്ചു കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഗോപന്മാരെ കുറിച്ച് പറയാതിരിക്കുന്നത്. ഗോപികളെ സംബന്ധിച്ച് രാസക്രീഡയിൽ അവർക്കൊരു അനുഭവം ഉണ്ടായി. ഉദ്ധവർ ഒന്നായ സമയത്ത് ഭഗവാൻ അടുത്തായാലും ദൂരത്തായാലും രണ്ടും ഒരുപോലെ കണക്കാക്കണമെന്ന് മനസ്സിലായി. ഇപ്പോൾ മനസ്സിലായി ഭഗവാൻ എപ്പോഴും അടുത്ത് തന്നെയാണ്. അതിനൊരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ല, നമ്മളിൽ നിന്ന് ഒരിക്കലും ദൂരത്തല്ല എന്ന് മനസ്സിലായി. ഇതെല്ലാം ഒരു ദിവസത്തിലാണ് നടന്നതെന്ന് ഓർമ്മ വേണം. സ്നാനം ചെയ്യാൻ വേണ്ടി പോയി, സ്നാനം കഴിഞ്ഞ് ഉച്ച സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. വൈകുന്നേരത്ത് യാഗമുണ്ടായിരുന്നു. ആ യാഗത്തിൽ വസുദേവര്
ഒരു സംശയം ചോദിക്കുകയാണ്. അനേകം ഋഷിമാരാണ് വന്നിരിക്കുന്നത്. വേദവ്യാസൻ തന്നെ വന്നിട്ടുണ്ട്. ആ ഋഷിമാരോട് ചോദിക്കുകയാണ്. ശ്ലോകം 9. മുനിവര നിവഹൈ തവാധപിത്ര. മുനിമാരുടെ കൂട്ടം, നിവഹം കൂട്ടം. ആ കൂട്ടത്തോട് ഭഗവാൻ ചോദിക്കുന്നു. ഭാഗവതം പറയുന്നു ആരൊക്കെയാണ്? വേദവ്യാസൻ, നാരദൻ, ച്യവനൻ, ദേവലൻ, അസിതൻ, വിശ്വാമിത്രൻ, ശതാനന്ദൻ, ഭരദ്വാജൻ, ഗൗതമൻ, പരശുരാമൻ, വസിഷ്ഠൻ, ഗാലവൻ, ഭൃഗു, പുലസ്ത്യൻ, കശ്യപൻ, അത്രി, മാർക്കണ്ഡേയൻ, ബൃഹസ്പതി, ദ്വിതൻ, ത്രിതൻ, ഏകതൻ, സനകാദികൾ, അങ്കിരസ്, അഗസ്ത്യൻ, യാജ്ഞവൽക്കൻ, വാമദേവൻ. ഇത്രയും ആൾക്കാർ, ഇത്രയും മഹർഷിമാർ അവിടെ വന്നിട്ടുണ്ട്. മുനിവര നിവഹൈഹി, അതാണ് മുനിമാരുടെ കൂട്ടം. ഭാഗവതം നോക്കിയാൽ എല്ലാ പേരും കിട്ടും. തവാധപിത്ര ദുരിതശമായ ശുഭാനി പൃച്ഛമാനൈഹി. എല്ലാ ദുരിതങ്ങളും നശിക്കാൻ, എല്ലാം മംഗളമായി തീരാൻ എന്താ ചെയ്യണ്ടേ ഒന്ന് പറയൂ എന്ന് ഈ മഹർഷിമാരോട്, അവരുടെ സംഘത്തിനോട് ചോദിച്ചു. അവർ ഉള്ളുകൊണ്ട് ചിരിച്ചു, പുറത്തേക്ക് കാണിച്ചില്ല. എന്താണ്? ത്വയി സതി, ഏകദേശം അങ്ങുള്ളപ്പോൾ, അങ്ങ് തന്നെ മകനായിരിക്കുമ്പോൾ കിമിതം ശുഭാന്തരേ, വേറെ എന്ത് ശുഭമാണ്? ഏറ്റവും വലിയ ശുഭമല്ലേ ഭഗവാൻ മകനായിട്ട് വരിക എന്നുള്ളത്. അങ്ങ് തന്നെ ഏറ്റവും ശുഭവസ്തുവായിരിക്കുന്ന ഭഗവാൻ തന്നെ മകനായിട്ടിരിക്കുമ്പോൾ പിന്നെന്താ ഇനി ശുഭകർമ്മം എന്ന് ഉരുഹസിതൈരവി, ഉള്ളുകൊണ്ട് അവർ ചിരിച്ചുവെങ്കിലും പുറത്തേക്ക് പറഞ്ഞില്ല. ഭഗവാന്റെ പ്രചോദനമാണെന്ന് മനസ്സിലാക്കി. അതിനെന്താ, നമുക്ക് യാഗം ചെയ്യുക. യാജിതസ്തദാസൗ, വസുദേവരോട് 3 മാസക്കാലം യാഗം ചെയ്യാൻ പറഞ്ഞു. ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ 3 മാസക്കാലം പലതരത്തിലുള്ളതായ യാഗങ്ങൾ അവരനുഷ്ഠിച്ചു. വസുദേവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചു.